ഇത് 6 സ്പൂൺ വലിയ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നു. പാൽപ്പൊടി പാലാക്കാൻ മാറ്റും. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കലക്കി പൊടിയൊക്കെ കട്ട പിടിക്കാതെ ഇളക്കി പാലാക്കാം, ലിക്വിഡാക്കാം. പൗഡർ ചേഞ്ചസ് ടു ലിക്വിഡ് by adding water. ഇപ്പോൾ 3ാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കും. ബാക്കി വെള്ളം കസ്റ്റാർഡ് പൗഡർ കലക്കാറില്ല. ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം. സപ്പോട്ട പുഡിംഗ് ഉണ്ടാകാനായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുക്കുക. മുറിച്ചിട്ട് അകത്തുനിന്ന് ഇതിൻ്റെ ഫ്ലഷ് ചിരണ്ടിയെടുക്കുകയോ ചെയ്യുന്നു. നാല് ചിക്കു സപ്പോട്ട ഫ്ലഷൊക്കെ തോണ്ടിയെടുത്ത് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു. കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടിക്കുന്നു, മിക്സ് ചെയ്യുന്നു. സപ്പോട്ടയ്ക്ക് മധുരമുള്ള ഫ്രൂട്ടാണ്, അതുകൊണ്ട് ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുക. സപ്പോട്ടയും പഞ്ചസാരയും മിക്സിയിൽ അരച്ചെടുത്ത് അതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടുക. അടുത്തായിട്ട് കസ്റ്റാർഡ് പൗഡർ ഒരു 3 സ്പൂൺ വെള്ളത്തിലേക്ക് ഇട്ട് കലക്കിയെടുക്കുന്നു. കസ്റ്റാർഡ് പൗഡറും വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുന്നു. ഇതിനുള്ള പാല്, സപ്പോട്ട, കസ്റ്റാർഡ്, എക്സ്ട്രാ മിൽക്ക്, എക്സ്ട്രാ വാട്ടറിൽ കുഴിക്കുകയാണ്. ഇതാദ്യം തിളപ്പിക്കുന്നു. പാലും പഞ്ചസാരയും സപ്പോട്ട ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇടുന്നു. സപ്പോട്ടയും പഞ്ചസാരയും കൂടെ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുന്നു. ചേരാൻ ബോയിലിംഗ് ഇളക്കിക്കൊണ്ടിരുന്നു. മിൽക്കും സപ്പോട്ട മിക്സും തിളച്ചു. 2 മിനിറ്റ് തിളപ്പിക്കുന്നു. അതിൻ്റെ കട്ടയൊക്കെ ഉടയ്ക്കുക. സപ്പോട്ട പീസൊക്കെ കിടക്കുന്നത് സ്മാഷ് ചെയ്ത് തിളപ്പിച്ച് വേവിക്കണം. ഈ പുഡിങ്ങിലേക്ക് ഇതിനുള്ള ഉപ്പ് ചേർക്കണം. 2 മിനിറ്റ് തിളച്ചു. പിന്നെ കസ്റ്റാർഡ് പൗഡർ കലക്കി ഒഴിക്കാം. കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് സപ്പോട്ട പുഡിംഗ് റെഡിയാക്കി തിളച്ചിക്കണം. തിളച്ചിട്ട് പൊടിയണം. കുറച്ച് കശുവണ്ടി ഇടുന്നുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ കശുവണ്ടിയിലേക്ക് ഉള്ളു വാനില എസൻസും കൂടി ചേർക്കും. കസ്റ്റാർഡിനകത്ത് വാനില എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് ചേർത്ത് ഒരു തുള്ളി ചേർത്ത് ചെറിയ രീതിയിൽ തിളപ്പിക്കുക. ഫുൾ തീയിലിട്ട് തിളപ്പിക്കാനാണ്.
മധുരം നോക്കി ആവശ്യത്തിനുണ്ട്, എക്സ്ട്രാ ഇല്ല. പുഡിങ് തിളച്ചതിലേക്ക് കശുവണ്ടി ഇടും. പുഡിങ്ങിൻ്റെ തീ എടുത്തിട്ട് ട്രൈക്കകത്തേക്ക് പകർന്നു വെക്കണം. അതിനകത്തേക്ക് ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്ത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെയാണ് സപ്പോട്ട കസ്റ്റാർഡ് പുഡിംഗ്. ഇതിൻ്റെ പാത്രം തണുത്തപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. കഴിച്ചേക്കാം.